രാവിലെ 10:15 ഹൈക്കോടതി തുറന്ന ഉടനെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് നോ ട്രസ്റ്റ് ലഭിച്ചതിൽ അല്ലെങ്കിൽ നോ ട്രസ്റ്റ് നൽകിയ ഹൈക്കോടതിയെ നമ്മൾ അഭിനന്ദിക്കുന്നു. കോടതിയുടെ തന്നെ പരാമർശങ്ങളിൽ പറയുന്നുണ്ട് അദ്ദേഹം ഒരു MLA ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. നിയമാനുസൃത റേപ്പിസ്റ്റ് ഇൻ കേരള, അതായത് നിയമത്തിനനുസരിച്ച് നിയമങ്ങൾ പഠിച്ച് അതിനനുസരിച്ച് ഈ നാട്ടിലെ പെൺകുട്ടികളെ റേപ്പ് ചെയ്ത ഒരു ബലാത്സംഗ വീരൻ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും സംശയം വേണ്ട. ഈ മുൻകൂർ ജാമ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആളുകൾ വിചാരിക്കും തെറ്റ് ചെയ്യാത്തവർക്കെല്ലാം മുൻകൂർ ജാമ്യം കിട്ടും, തെറ്റ് ചെയ്തവർക്കും മുൻകൂർ ജാമ്യം കിട്ടും. രാഹുൽ മാങ്കൂട്ടം ചെയ്യുന്ന കുറ്റകൃത്യം എന്താണ് എന്നതിനെക്കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൃത്യമായ ഒരു ധാരണയുണ്ടായിരുന്നു. ഇത്ര ദിവസം ഒരാൾക്ക് ഒരു കള്ളനെ പോലെ, സുകുമാരക്കുറുപ്പിനെ പോലെ ഒളിച്ചും പാത്തും നടക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അയാളുടെ ബന്ധങ്ങൾ എന്തായി? നമസ്കാരം. ഇന്നത്തെ രാവിലത്തെ പ്രധാന വാർത്ത എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു. എന്താണ് ഇതിനെക്കുറിച്ച് പറയേണ്ടത്? രാവിലെ 10:15 ഹൈക്കോടതി തുറന്ന ഉടനെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് നോ ട്രസ്റ്റ് ലഭിച്ചതിൽ അല്ലെങ്കിൽ നോ ട്രസ്റ്റ് നൽകിയ ഹൈക്കോടതിയെ നമ്മൾ അഭിനന്ദിക്കുന്നു. കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. കോടതിയുടെ തന്നെ പരാമർശങ്ങളിൽ പറയുന്നുണ്ട് അദ്ദേഹം ഒരു MLA ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും കോടതിയുടെ ഈ ഒരു കൺസേണിനെ നമ്മൾ പൂർണ്ണമായിട്ടും അഭിനന്ദിക്കാതിരിക്കാൻ നമുക്ക് വയ്യ. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ രാഹുൽ മാങ്കൂട്ടം നടത്തിയിട്ടുള്ള കുറ്റകൃത്യം എന്താണ് എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടം തന്നെ പല പ്രാവശ്യം അദ്ദേഹത്തിന്റെ പ്രസ് കോൺഫറൻസുകളിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിയമാനുസൃതമായിട്ട് ഉള്ളതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല, നിയമത്തിന് വിരുദ്ധമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് രാഹുലിൻ്റെ പ്രസ്താവനകൾ എപ്പോഴും. അപ്പോൾ നമുക്ക് രാഹുലിനെ നിസ്സംശയം വിളിക്കാൻ പറ്റുന്ന ഒരു പേരാണ് നിയമാനുസൃത റേപ്പിസ്റ്റ് ഇൻ കേരള. അതായത് നിയമത്തിനനുസരിച്ച് നിയമങ്ങൾ പഠിച്ച് അതിനനുസരിച്ച് ഈ നാട്ടിലെ പെൺകുട്ടികളെ റേപ്പ് ചെയ്ത ഒരു ബലാത്സംഗ വീരൻ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും സംശയം വേണ്ട. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അഡിക്റ്റ് ആയിട്ട് നടക്കുന്ന കുറെ വാളിപ്പിള്ളേർ മാത്രമാണ് ഈ കൊടും ക്രിമിനലിനെ പിന്തുണയ്ക്കുകയുള്ളൂ എന്ന കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാനിത് പറയുന്നത്. നിയമാനുസൃത പീഡകൻ, റേപ്പിസ്റ്റ്, ബലാത്സംഗ വീരൻ ആണ് രാഹുൽ മാങ്കൂട്ടം. അതിനകത്ത് തർക്കമൊന്നുമില്ല. ഇനി എന്താണ് നോട്ട് അറസ്റ്റ്? നോട്ട് അറസ്റ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വേണമെങ്കിൽ സെഷൻസ് കോടതിക്ക് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് നൽകാമായിരുന്നു നോട്ട് അറസ്റ്റ്. പക്ഷേ ആ നോട്ട് അറസ്റ്റ് നൽകാതിരുന്നത് അവരുടെ പ്രാഥമിക പരിശോധനയിൽ, സെഷൻസ് കോടതിയുടെ പ്രാഥമിക പരിശോധനയിൽ ഇയാൾ നോട്ട് അറസ്റ്റിന് പോലും അർഹനല്ല എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു വിവേചനാധികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സെഷൻസ് ജഡ്ജി ഇയാൾക്ക് നോട്ട് അറസ്റ്റ് നൽകാതിരുന്നത്. അതോടൊപ്പം തന്നെ ജാമ്യവും നൽകാതിരുന്നത്. ഇതിപ്പോൾ ഹൈക്കോടതിയിലെത്തിയതിനു ശേഷം സ്റ്റേറ്റ്, അതായത് കേരള പോലീസ് പറഞ്ഞിരിക്കുന്ന ഒന്നുമല്ല ശരി, എനിക്ക് മറുവാദങ്ങളുണ്ട്, അതുവരെ ഞാനൊരു ജനപ്രതിനിധിയാണ്, എന്നെ അറസ്റ്റ് ചെയ്യുന്നതിൽ നിന്നും തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും അതോടൊപ്പം തന്നെ മുൻകൂർ ജാമ്യത്തിനും കൂടിയുള്ള അപേക്ഷയാണ് ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇന്ന് രാവിലെ തന്നെ കോടതി എന്ത് തീരുമാനിച്ചു? നോട്ട് അറസ്റ്റ് നൽകിയേക്കാം. കാരണം ഇയാൾക്ക് പറയാനുള്ളത് എന്താണ് എന്ന് കോടതിക്ക് കേൾക്കണം. അത് കോടതിക്ക് കേൾക്കാനായിട്ട് കോടതി സമയമെടുക്കും. അതായത് 15-ാം തീയതി വരെ. 15-ാം തീയതിയാണ് ഈ കേസ് വീണ്ടും പരിഗണിക്കുക. അപ്പോൾ 15-ാം തീയതി വരെ രാഹുൽ മാങ്കൂട്ടം MLA അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു ഉത്തരവാണ് ഇറക്കിയിരിക്കുന്നത്. അത് രാഹുലിന് പറയാനുള്ളത് കോടതി കേൾക്കാൻ വേണ്ടി തയ്യാറാകുന്നു. അത് സ്വാഭാവികമാണ്. ഏതൊരു കേസിലും ഈ പറയുന്ന ഗോവിന്ദച്ചാമ്പി പോയിട്ടാണ് ഈ നോട്ട് അറസ്റ്റ് ആവശ്യപ്പെടുന്നത്, മുൻകൂർ ജാമ്യത്തിന് സമീപിക്കുന്നതെങ്കിലും കോടതിയുടെ സമീപനം ഇത് തന്നെയായിരിക്കും. അതിനകത്ത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ പ്രതി എന്ന് പറയുന്ന ആള് ഒരു ജനപ്രതിനിധിയാണ്. അപ്പോൾ കോടതി തീർച്ചയായിട്ടും ആ ഒരു കൺസിഡറേഷൻ, പ്രയോറിറ്റി അയാൾക്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നോട്ട് അറസ്റ്റ് എന്ന് പറയുന്നത് ഇയാളെ കുറ്റവിമുക്തനാക്കുന്ന ഒന്നൊന്നുമല്ല. കാരണം ഇയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളതുമല്ല. ജസ്റ്റ് അയാൾ അറസ്റ്റ് ചെയ്യാൻ പാടില്ല, അയാൾക്ക് എന്താണോ പറയാനുള്ളത് അത് കോടതി കേൾക്കാൻ വേണ്ടി പോകുന്നു. ഇനി മുൻകൂർ ജാമ്യം നൽകിയെന്ന് വിചാരിക്കുക. ഈ മുൻകൂർ ജാമ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആളുകൾ വിചാരിക്കും തെറ്റ് ചെയ്യാത്തവർക്കെല്ലാം മുൻകൂർ ജാമ്യം കിട്ടും, തെറ്റ് ചെയ്തവർക്കും മുൻകൂർ ജാമ്യം കിട്ടും. മുൻകൂർ ജാമ്യം കിട്ടുന്നത് എങ്ങനെയാണ്? പോലീസ് കസ്റ്റഡിയിൽ വെച്ചിട്ട് ഇൻട്രോഗേഷൻ, അതായത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമാൻഡ് ചെയ്യുക എന്നാണ് അർത്ഥം. ഈ റിമാൻഡ് ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പ്രതി പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞാൽ തെളിവുകൾ നശിപ്പിക്കപ്പെടും, അല്ലെങ്കിൽ വാദിയെ സ്വാധീനിക്കും എന്നൊക്കെയുള്ള കാരണം കൊണ്ടാണ് ഇയാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ, അതായത് റിമാൻഡിലേക്ക് വിടുന്നത്. അപ്പോൾ ഇയാളെ റിമാൻഡിൽ വിടേണ്ട ആവശ്യമില്ല, തെളിവുകൾ ഒന്നും ഇയാൾ നശിപ്പിക്കപ്പെടത്തില്ല എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടും. അയാൾ തെളിവുകൾ നശിപ്പിക്കത്തില്ല. എത്ര ദിവസം? 10 ദിവസമായിട്ട് ഇയാൾ ഒളിവിലാണ്. നശിപ്പിക്കാനുള്ള തെളിവുകളെല്ലാം നശിപ്പിച്ചിട്ടുണ്ടാവാം. ഒരുപക്ഷെ ഇദ്ദേഹം ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച് ദൃശ്യം പകർത്തിയെന്ന് പറയുന്ന മൊബൈൽ വരെ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ടാവാം. അപ്പൊ തെളിവുകൾ നശിപ്പിക്കാനുള്ള തെളിവുകളെല്ലാം ഇയാൾ നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾ കരുതാനായിട്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ കോടതിയെ സംബന്ധിച്ചിട്ട് സമർത്ഥനായ ഒരു വക്കീലാണ് അഡ്വക്കേറ്റ് എസ് രാജീവ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ വാദമുഖങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഇയാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടാം. മുൻകൂർ ജാമ്യം കിട്ടിയാൽ തന്നെ അതിനർത്ഥം എന്താണ്? ഇയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണോ? ഒരിക്കലുമല്ല. ഇയാള് അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാവണം.
ഇയാൾ ചോദ്യം ചെയ്യലിന് വിധേയനാക്കപ്പെടും. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തെ തെളിവെടുപ്പിന് വേണ്ടിയിട്ട് പോലീസിന് കൊണ്ടുപോകാം. കോടതിയോട് ആവശ്യപ്പെട്ടിട്ട് ഇയാൾ ഹാജരാകുന്ന സമയത്ത് കോടതിയോട് അഭ്യർത്ഥിച്ചു കഴിഞ്ഞാൽ ഇയാൾ 1-2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിലൊക്കെ കിട്ടും. അങ്ങനെ കിട്ടാവുന്നിരിക്കത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കിടക്കുന്നുണ്ട്, നിയമവശങ്ങൾ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ച് പരിശോധിച്ചിട്ടായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാനുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഹൈക്കോടതി ഒരു പക്ഷേ ഇദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം അനുവദിക്കും. മുൻകൂർ ജാമ്യം അനുവദിക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു പക്ഷേ ഇത് സെഷൻസ് കോടതിയിൽ നിന്ന് തന്നെ മുൻകൂർ ജാമ്യം കിട്ടേണ്ടതായിരുന്നു. പക്ഷേ അവിടുത്തെ വക്കീലിന് ചെറിയ പെശക് പറ്റിയതാണ്. ഒരുപക്ഷെ ഈ ഇരയെയും സാധാരണ ഇരയുടെ ഭർത്താവിനെ ഒക്കെ വേണമെങ്കിൽ ഈ ജാമ്യ ഹർജിയിൽ കക്ഷിയാക്കാമായിരുന്നു. പക്ഷെ അത് കക്ഷിയാക്കാത്തത് രാഹുൽ മാങ്കൂട്ടം എന്ന പീഡകന്റെ നല്ല മനസ്സായിട്ട് കണ്ടാൽ മതി. അതല്ലെങ്കിൽ സെഷൻസ് കോടതിയിൽ നിന്ന് തന്നെ ഇയാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടിപ്പോകേണ്ടതാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, കാരണം രാഹുൽ മാങ്കൂട്ടം ചെയ്യുന്ന കുറ്റകൃത്യം എന്താണ് എന്നതിനെക്കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് കൃത്യമായ ഒരു ധാരണയുണ്ടായിരുന്നു. അത് ഈ നാട്ടിലുള്ള നിയമത്തിന് എതിരല്ല എന്ന് അദ്ദേഹം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ നിയമങ്ങൾ പഠിച്ച് നിയമത്തിനനുസൃതമായിട്ട് കേരളത്തിൽ പീഡനം നടത്തിയിട്ടുള്ള ഒരേ ഒരു റേപ്പിസ്റ്റാണ് ഈ കൊടും ക്രിമിനൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇയാളെ പോലെയുള്ള ആളുകളെയൊക്കെ കേരളത്തിൽ ഇനിയും വളരാൻ അനുവദിച്ചു കഴിഞ്ഞാൽ, ഇനിയും ഇവിടെയൊക്കെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അവസരം കൊടുത്തു കഴിഞ്ഞാൽ ഈ കേരളത്തെ മുടിപ്പിക്കും എന്നുള്ളതിന് വേറെ എന്തെങ്കിലും തെളിവുകൾ വേണോ? വേറെ എന്തെങ്കിലും തെളിവുകൾ വേണോ? ഈ നാട്ടിലെ സ്ത്രീകൾക്ക് സ്വൈര്യമായിട്ട് ഈ റോഡുകളിൽ കൂടെ ഇറങ്ങി നടക്കാൻ വേണ്ടി സാധിക്കുമോ? ഇയാൾ പ്രചരിപ്പിക്കുന്ന സന്ദേശം എന്താണ്? ഇയാൾ നൽകുന്ന സന്ദേശം എന്താണ് ഈ നാടിന്? ഈ പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? ഇവിടുത്തെ യുവാക്കൾക്ക് നൽകുന്ന സന്ദേശം എന്താണ്? അത് മനസ്സിലാക്കണ്ടേ? അതിനുശേഷം ഇന്നിപ്പോൾ രാവിലെ മുതൽ ഈ രാഹുൽ ഫാൻസ് 2-3 ദിവസമായിട്ട് മുങ്ങിയിരിക്കുകയായിരുന്നു. സെഷൻസ് കോടതിയിലെ ജാമ്യം നിഷേധിച്ചതോടുകൂടി ഈ വെട്ടുക്കിളികളെല്ലാം, സോഷ്യൽ മീഡിയ വെട്ടുക്കിളികളെല്ലാം മുങ്ങിയേക്കുമായിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ രാവിലെ 10:15 വീണ്ടും ഉണർന്നെണീറ്റിട്ടുണ്ട്. ഇതെന്താണെന്ന് കുറ്റവിമുക്തനാക്കിയ രാഹുൽ മാങ്കൂട്ടത്തെ. ഇത് നോട്ട് അറസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അതായത് തനിക്ക് എന്തൊക്കെയോ പറയാനുണ്ട് എന്ന് കോടതിയെ ബോധിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ശരി, അയാൾക്ക് പറയാനുള്ളത് കേട്ടതിന് ശേഷം മാത്രം അയാളെ അറസ്റ്റ് ചെയ്താൽ മതി. അത് നിയമത്തിൽ എല്ലാവർക്കും അനുവദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, എല്ലാവർക്കും അനുവദിച്ചിട്ടുണ്ട്. ഗോവിന്ദചാമിക്കും ഇനിയൊരു ഇത് സമാനമായ ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ കോടതി ഇതേ രീതിയിൽ തന്നെയായിരിക്കും അയാളോടും പെരുമാറുക. ഇയാളൊരു ജനപ്രതിനിധിയാണെന്നേ. കോൺഗ്രസ് പോലെ സംസ്കാര സമ്പന്നമായ പാരമ്പര്യമുള്ള ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന, മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന, ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനും ആ പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഒരു MLA-യുമാണ് രാഹുൽ മാങ്കൂട്ടം. ഈ കൊടും ക്രിമിനലിനെ ഇനിയും വളർത്തണോ? നമ്മളൊക്കെ അറിയാൻ സാധിക്കുന്നതൊക്കെ ഇയാൾക്ക് ഉള്ള നെറ്റ്വർക്ക്. നമ്മൾ ഇന്നലെ പറഞ്ഞു ഇയാൾക്ക് ഡ്രഗ്സ് മാഫിയയുടെ പിന്തുണയുണ്ടെന്ന്. അതൊക്കെ പൂർണ്ണമായിട്ടും ശരിവെക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ പറയുന്ന ഹൈക്കോടതിയിൽ എന്തെങ്കിലും ബാഹ്യ ഇടപെടലുകൾ നടന്നിട്ടുണ്ടാവോ? ഇത്ര രാവിലെ തന്നെ ഇങ്ങനെ ഇത്ര ദിവസത്തിന്റെ ഇടയിൽ ഇപ്പൊ പെട്ടെന്ന് ഇല്ല, അങ്ങനെ നമുക്ക് ഹൈക്കോടതി ഒന്ന് വിമർശിക്കാനായിട്ട് നമ്മൾ യോഗ്യരല്ല. അത് കൂടാണ്ട് തന്നെ ഇതെല്ലാം ഓൺലൈനിൽ കൂടെ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. നോ ട്രസ്റ്റ് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും കിട്ടാറുണ്ട്. അതായത് എതിർവാദങ്ങളുണ്ട്, അത് പോലീസ് FIR ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് നോ ട്രസ്റ്റ് എല്ലാവർക്കും സ്വാഭാവികമായിട്ട് കിട്ടുന്നൊരു രീതിയാണ്. അതിനകത്ത് ഇപ്പൊ നമ്മൾക്കെതിരെ ഒരു പ്രിവിലേജും അതിനകത്ത് ഉണ്ടായിട്ട് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിട്ട് ഒരുപാട് പണം, ഒരുപാട് അണ്ടർവേൾഡ് ബന്ധങ്ങൾ, അതിന് നമ്മൾ പ്രയോഗിക്കേണ്ടി വരും. ഒരുപാട് മാഫിയ ബന്ധങ്ങൾ ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടെന്നേ. ഇതുപോലെ ഇത്ര ദിവസം ഒരാൾക്ക് ഒരു കള്ളനെ പോലെ, സുകുമാരക്കുറുപ്പിനെ പോലെ ഒളിച്ചും പാത്തും നടക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അയാളുടെ ബന്ധങ്ങൾ എന്തായിരിക്കും? നമ്മൾ നിസാരമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ കാണരുത്. നമ്മൾ ഇന്നലെ ഉദാഹരിച്ചതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ലൂസിഫർ സിനിമയ്ക്കകത്തെ ബോബി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം കേരളത്തിലെ. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ രാഷ്ട്രീയമായിട്ട് മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറ്റി നിർത്തേണ്ട ഒരു കൊടും ക്രിമിനലാണ്. അയാളെ പിന്തുണച്ചുകൊണ്ട് ആര് രംഗത്തേക്ക് വന്നു കഴിഞ്ഞാലും അവരെ ഒന്നും ഈ പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ട് നിർത്താൻ പാടില്ല. ഈ പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ട് ഇവരൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ ഈ പൊതുസമൂഹം കുട്ടിച്ചോറായി പോവും. ഈ കൊടും ക്രിമിനലായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തെ, ഈ സൈക്കോപാത്തിനെ ഇവിടെ വെച്ച് തടയാനായിട്ട് നമുക്ക് സാധിച്ചില്ലായിരുന്നെങ്കിൽ ഇയാൾ കേരള മന്ത്രിസഭയിലെങ്ങാനും അംഗമായിട്ട് വരുന്നൊരു സാഹചര്യത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. എന്താകുമായിരുന്നു അവസ്ഥ? ഇയാൾ ആരുടെ ഏജന്റാണെന്നേ? ഈ പത്തനംതിട്ടയിലുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ചെറുക്കൻ, അയാൾക്ക് കഴിവുണ്ട്, സംസാരിക്കാനുള്ള ശേഷിയുണ്ട്, സമ്മതിക്കുന്നു. അതിനപ്പുറത്തേക്കുള്ള കഴിവൊന്നുമില്ല. വാക്ചാതുര്യമുണ്ട് എന്നതിനപ്പുറത്ത് അയാൾക്ക് എന്താണ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്? അയാൾ നല്ലൊരു ഓർഗനൈസർ ആണെന്ന് പറയാൻ പറ്റുമോ? അയാൾ സംഘടിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു പരിപാടി പറയാമോ? ഏതെങ്കിലും ഒരു ബാരിക്കേഡിനടുത്തേക്ക് മാർച്ച് നടത്താനും പ്രകടനം നടത്താനും അതിനുശേഷം അവിടെ നിന്ന് വരുന്ന ജലപീരങ്കിയിൽ കുളിച്ചിട്ട് സെൽഫി എടുക്കാനും റീൽസ് എടുക്കാനും ഒക്കെ ആർക്കും പറ്റും.
പക്ഷെ അതിനപ്പുറത്തേക്ക് ഇയാൾ ഒരു സംസ്ഥാന സമ്മേളനം കൃത്യമായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ടോ? യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സമ്മേളനങ്ങളെ എവിടെയെങ്കിലും സംഘടിപ്പിച്ചിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. ഇയാൾ നല്ലൊരു ഓർഗനൈസർ അല്ല. ഇയാളുടെ വാക്ചാതുര്യം, വായിലെ നാക്ക് കൊണ്ട് ആളായതാണ്. പിന്നെ കുരുട്ടുബുദ്ധി, പിന്നെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പിന്തുണ. ഈ കൊടും ക്രിമിനലിനെ ഇതുപോലെ വളർത്തിയതിന്റെ പങ്കിൽ നിന്നും ഒഴിഞ്ഞു മാറാനിട്ടൊന്നും ഷാഫി പറമ്പിലിന് സാധിക്കത്തൊന്നുമില്ല. ഈ പാവക്കറ ഷാഫി പറമ്പിലിന്റെ തലയിലും ഉണ്ട്, അതിനകത്ത് ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് നമുക്ക് ഷാഫി ഫാൻസിനോട് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഈ നോട്ട് അറസ്റ്റ് എന്ന് പറയുന്നത് അയാളെ കുറ്റവിമുക്തനാക്കുന്നില്ല. ഈ മുൻകൂർ ജാമ്യം എന്ന് പറയുന്നതും അയാളെ കുറ്റവിമുക്തനാക്കുന്നില്ല. 15-ാം തീയതി ഇയാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടും. അത് കിട്ടാതിരിക്കത്തൊന്നുമില്ല, അതിനൊരു സംശയവും വേണ്ട. കാരണം ഇതിനു മുമ്പും ഇതേ സമാനമായ രീതിയിൽ ആരോപണം നേരിട്ടിട്ടുള്ള വിജയ് ബാബു, സിനിമാ നടൻ, അയാൾ ഇരയുടെ പേര് വരെ വെളിപ്പെടുത്തിയിരുന്നു. അയാൾക്ക് ജാമ്യം കിട്ടിയില്ലേ? വേടന് ജാമ്യം കിട്ടിയില്ലേ? പിന്നെയാണോ ഈ രാഹുൽ മാങ്കൂട്ടം? രാഹുൽ മാങ്കൂട്ടത്തിലുള്ള പ്രിവിലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ജനപ്രതിനിധിയാണ് എന്നുള്ളൊരു പ്രിവിലേജ് കൂടി ഉണ്ട് അയാൾക്ക്. ഞാൻ പറയട്ടെ, ഇയാൾക്ക് ഒരല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ, നാണമുണ്ടെങ്കിൽ ഇയാളെ MLA സ്ഥാനം രാജിവെക്കണമെന്നേ. ഇനിയും രാഹുൽ മാങ്കൂട്ടം ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലുമൊക്കെ രംഗത്ത് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം രാജകുമാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ടെങ്കിൽ, അവരോടൊക്കെ പറയാനുള്ളത്, ഈ സൈക്കോപാത്തിനേക്കാൾ വലിയ സൈക്കോപാത്താണ് നിങ്ങളെന്നാണ്. ഇവനെ പിന്തുണയ്ക്കുന്നവർ, അത്രയും വലിയ കൊടും ക്രിമിനൽസിന് മാത്രമേ ഈ രാഹുൽ മാങ്കൂട്ടത്തെ ഇതുപോലെ പിന്തുണയ്ക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയാനുള്ളത്. അതായത് വെട്ടിക്കിളികളോട് അവസാനമായിട്ട് പറയാം, നോട്ട് അറസ്റ്റ് എന്ന് പറയുന്നത് ഇയാളെ കുറ്റവിമുക്തനാക്കുന്നില്ല. മുൻകൂർ ജാമ്യം കിട്ടിയാലും ഇയാൾ കുറ്റവിമുക്തനാവുന്നില്ല. നിയമാനുസൃതം, നിയമങ്ങൾ പഠിച്ച് നിയമത്തിനനുസരിച്ച് ഈ നാട്ടിലെ പെൺകുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ ബലാത്സംഗം ചെയ്യാനുള്ള ലൈസൻസ് എടുത്ത് നടക്കുന്ന ഈ കൊടും ക്രിമിനലിനെ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത് കേരളത്തിലെ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ഒരു ആവശ്യമാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമെങ്കിലും നിങ്ങൾക്കുണ്ടാവണം.